അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി അവിൽ മിൽക്കിൻ്റെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിൽ മിൽക്ക്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അവിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 ഗ്ലാസ് അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള അളവാണ് കാണിക്കുന്നത്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവലൊന്ന് ക്രിസ്പിയായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അവലിതാ നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈസൂർ പഴം, ചെറുപഴം എന്നൊക്കെ പറയുന്ന പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പഴം ഒന്ന് അങ്ങോട്ട് ഉടച്ചെടുക്കണം, തൊലി കളഞ്ഞിട്ട്. ഞാൻ ആദ്യം 2 ചേർത്തിട്ടൊന്ന് ഉടച്ച ശേഷം ഒരെണ്ണം കൂടെ ചേർക്കുന്നുണ്ട്. ടോട്ടലി ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 3 പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും നന്നായിട്ട് അതിൽ അലിഞ്ഞിട്ടുണ്ട് ഉടച്ചെടുക്കുമ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. പഴം പിന്നെ അധികം അങ്ങോട്ട് ഒരുപാട് അരിഞ്ഞു പോരുത്. ഇതുപോലെ ഉടച്ചെടുത്താൽ മതി ഒരു ഫോർക്ക് വെച്ചിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പം 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു 300 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കാം. പാൽ നന്നായിട്ട് ഇതിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. പഴം ഒരുപാട് ഉടഞ്ഞു പോരുത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കടലയും അണ്ടിപ്പരിപ്പും വറുത്തെടുത്തതും കൂടെ വേണം. ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കിയ പാലിൻ്റെ കൂട്ട് ഒരു പകുതി 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് അവിൽ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. അവിൽ ഞാൻ ഒരു 1/4 ഭാഗം 2 ഗ്ലാസ്സിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേലെ ഇടാനുള്ളത് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലിൻ്റെയും പഴത്തിൻ്റെയും കൂട്ട് ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അവിൽ 2 ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അത് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഐസ്ക്രീമിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ബാക്കിയുള്ള നട്ട്സ് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ്സിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അവൽ മിൽക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ ഒരു ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ അവിൽ മിൽക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.